മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടുത്തെ ചടങ്ങുകൾ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. ജനങ്ങളുടെ സ്വപ്ന സാഫല്യമാണ് പദ്ധതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വയനാടിന്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് പറയാൻ കൽപ്പറ്റയിൽ നിന്ന് ലിനറ്റ് വർഗീസ് കൂടി നമുക്കിപ്പം ചേർന്നുണ്ട്. ലിനറ്റെ, മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഇടതുമുന്നണി സർക്കാർ പറഞ്ഞിരുന്ന പ്രകടന പത്രികയിൽ ഒരു വലിയ വാഗ്ദാനം കൂടിയായിരുന്നു. അതാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് കൂടി അദ്ദേഹം പറഞ്ഞു. എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ? ഈ പരിപാടി ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയല്ലേ? ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചിരിക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണം നമുക്ക് ഈ തുരങ്കപാതയെക്കുറിച്ച് പറയാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളൊക്കെയായി തന്നെ വയനാട് ജനത ആഗ്രഹിക്കുന്ന ഒന്നാണ് ചുരം ഇറങ്ങാതെ എങ്ങനെ, അല്ലെങ്കിൽ ചുരം കയറാതെ എങ്ങനെ വയനാട്ടിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ കോഴിക്കോടേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അതിന് ഒരു ബദൽ പാത എന്നോണമാണ് ഈ തുരങ്കപാത ഇപ്പോൾ സംഭവിക്കുന്നത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് അല്പനേരം മുൻപ് മുഖ്യമന്ത്രി ആനക്കാംപൊയിലിൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഈ ഒരു മേപ്പാടി എന്ന് പറയുന്ന ഭാഗത്തിന്റെ തന്നെ മുഖച്ഛായ മാറും. അതോടൊപ്പം വയനാട് എന്ന് പറയുന്ന ജില്ലയുടെയും മുഖച്ഛായ മാറും. കാരണം ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു ജില്ലകളിൽ ഒന്നുകൂടിയാണ് വയനാട്. എന്നാൽ ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ കഷ്ടമേറിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരു എയർ കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രെയിനോ ഒന്നും തന്നെ ഇല്ല. മറിച്ച് എല്ലാവരും ഈ ഒരു വാഹനങ്ങളിൽ തന്നെ ഗതാഗതത്തിൽ എത്തണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ താമരശ്ശേരി ചുരം, അതോടൊപ്പം കുറ്റിയാടി ചുരം, ഈ ഇത്തരത്തിലുള്ള വഴികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ഈ വയനാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വികസനത്തിന് അല്ലെങ്കിൽ ഒരു മുതൽക്കൂട്ട് എന്നോണമായിരിക്കും ഈ തുരങ്കപാത വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേപ്പാടിയിലേക്കാണ് ഈ തുരങ്കപാത വന്ന് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്, നമുക്ക് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലൊക്കെ തന്നെ അറിയാം. അതിന്റെ തൊട്ട് അടുത്തായിട്ട് അവിടെ ഒരു വികസനത്തിന്റെ വലിയൊരു സാധ്യതയാണ് തുറന്നു കിടക്കുന്നത്. പ്രത്യേകിച്ച് മേപ്പാടി എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു വളർച്ചയുണ്ടാകും. പ്രത്യേകിച്ച് അവിടുത്തെ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വളർച്ചകളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത്. അതോടൊപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ സൗകര്യങ്ങൾക്കൊക്കെ തന്നെ മറ്റ് ജില്ലകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശ്രയിക്കുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ഈ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്ര, അവിടുത്തെ ഗതാഗത കുരുക്ക് കാരണം ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തുരങ്കപാത വന്നു കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ദുഃഖവാർത്തയും നമ്മെ തേടിയെത്തില്ല എന്നാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു ബദൽപാത ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾക്കറിയാവുന്നതുപോലെ താമരശ്ശേരി ചുരത്തിൽ ഈ ഒരു 9ാം വളവിൽ വ്യൂ പോയിന്റിൽ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായി. അതേ തുടർന്ന് ഒരാഴ്ചയോളമാണ്, ഒരു 4 ദിവസത്തോളം പൂർണ്ണമായ ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു ഓണം സീസണാണ്, യാത്രക്കാർ കൂടുതലുള്ള ഒരു സമയമാണ്. എന്നാൽ വയനാട്ടിലേക്ക് എത്താൻ മറ്റ് വഴികൾ തേടുമ്പോൾ കുറ്റ്യാടി ചുരം മാത്രമാണ് അവർക്ക് ഉള്ളത്. എന്നാൽ ഈ ഒരു താമരശ്ശേരി ചുരം അടച്ചതോടുകൂടി കുറ്റ്യാടി ചുരത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ജന ഒഴുക്കാണ് ഉണ്ടായത്. അതേ തുടർന്ന് തന്നെ അവിടെയും ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു കുറ്റ്യാടി ചുരവും താമരശ്ശേരി ചുരവും അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു വയനാട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആളുകൾക്ക് പോയി വരാനുള്ള ഒരു വലിയ രീതിയിലുള്ള സൗകര്യമായിരിക്കും ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഈ ഒരു ഭാഗത്തായി ആളുകൾ യാത്രാക്കുരുക്കിൽ നിന്ന് വലിയ രീതിയിൽ രക്ഷപ്പെടും. സാധാരണ രീതിയിൽ ഞാനടക്കം താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ ഒരു വയനാട് ജില്ലയിലോട്ട് വന്നു കഴിഞ്ഞ് ഈ ഒരു ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട്, സാധാരണ രീതിയിൽ താമരശ്ശേരി ചുരത്തിൽ പലപ്പോഴും ഗതാഗതക്കൊഴുക്ക് രൂക്ഷമാണ്. പലപ്പോഴും 7 മണിക്കൂർ വരെ നിന്ന് അവിടെ ബ്ലോക്കിൽപ്പെട്ട് നിന്ന് പലരും വീടുകളിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ എത്രയും വേഗം ഈ ഒരു കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിലേക്ക് എത്താൻ വലിയൊരു രീതിയിലുള്ള സഹായമായിരിക്കും ഈ ഒരു തുരങ്കപാത വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് തിരുത്തി
പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത എന്നാണ് പറയുന്നത്. എന്നാൽ ഈ തുരങ്കപാത തുടങ്ങുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുന്നത് കല്ലാടി എന്ന് പറയുന്ന സ്ഥലത്തല്ല, മറിച്ച് മീനാക്ഷിക്കുന്ന് എന്ന് പറയുന്ന മീനാക്ഷി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു തുരങ്കപാതയ്ക്ക് തുടക്കമാവുന്നത്. ആദ്യം കല്ലാടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത്തരത്തിൽ ടണൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ക്രമീകരണങ്ങളൊക്കെ തന്നെ നോക്കിയത്. എന്നാൽ അവിടെ ചില കാരണങ്ങൾ, അവിടെ ഇത്തരത്തിൽ തുരങ്കം നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പല ടെസ്റ്റുകളും ചെയ്തപ്പോൾ അത് പോരായ്മ കണ്ടു. അതേ തുടർന്നാണ് ഈ മീനാക്ഷിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ തുരങ്കപാതയുടെ തുടക്കം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേപ്പാടി ടൗണിലേക്ക് എത്താൻ ഈ ഒരു മീനാക്ഷിക്കുന്നിൽ നിന്നും വളരെ ചെറിയ കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം മേപ്പാടി ടൗണിൽ നിന്ന് സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു മീനാക്ഷിക്കുന്നിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെയായിരിക്കും ഈ തുരങ്കപാതയുടെ തുടക്കം. അതിനുശേഷം നമുക്ക് ആനക്കാംപൊയിലേക്ക് എത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ആനക്കാംപൊയിലും ഈ മേപ്പാടിയും എന്നൊക്കെ പറയുന്നത് ഒരു മലയോര മേഖലയാണ്, കുടിയേറ്റ മേഖലയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള വികസനത്തിന് സാധ്യതകളുള്ള സ്ഥലമാണ്. ഇത്തരത്തിലൊരു തുരങ്കപാത ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വികസനം അവിടെ ഉറപ്പാണ്. കാരണം ഈ കുടിയേറ്റ കർഷകരാണ് അവിടെ താമസിക്കുന്നത്. പലരും അവിടെ ഭൂമി നൽകിയിട്ടാണ് ഇത്തരത്തിൽ തുരങ്കപാത വരുന്നത്. ഒരുപാട് സുമനസ്സുകളുടെ സഹായം ഈ ഒരു തുരങ്കപാതയ്ക്കുണ്ട്. പ്രത്യേകിച്ച് വനം വകുപ്പും അതോടൊപ്പം ഈ ഒരു വനമേഖലയും ഒക്കെ തന്നെ ഈ ഒരു തുരങ്കപാതയുടെയൊക്കെ ഭാഗമാവുന്നുണ്ട്. പല ആളുകളുടെയും ഒക്കെ തന്നെ സഹായത്തിലാണ് ഇത്തരത്തിലൊരു തുരങ്കപാത വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കർഷകരുടെയും ഈ കുടിയേറ്റ കർഷകരുടെയൊക്കെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. ഒരു 4 വർഷം കഴിഞ്ഞാൽ ഈ തുരങ്കപാത നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. തുരങ്കപാത യാഥാർത്ഥ്യം ആയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ യാത്രാ ദുരിതത്തിന് വലിയ പരിഹാരമാകുന്ന ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിക്കാണ് അങ്ങനെ തുടക്കമായിരിക്കുന്നത്.